നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിശാല, എന്താ വിശാലേ? ഇല്ല, ഡോക്ടർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തേ? ഇല്ല, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്തു പറ്റി? സാറെങ്ങനെ ഇവരും അറിഞ്ഞു? സ്വാമി പറഞ്ഞു കാണും. നിങ്ങൾ എത്രയും വേഗം ഇവിടേക്കൊന്ന് വന്നാൽ നന്നായിരുന്നു. എന്നിട്ട് അവര് പോയില്ലേ? പോയി, എന്നാലും മനസ്സിനൊരു ധൈര്യക്കുറവ്. നിങ്ങളുണ്ടെങ്കിൽ അത് മാറിയാനെ. ശരി, ഞങ്ങളിതായെത്തി. ശരി. വേഗം ഹോസ്പിറ്റലിൽ എത്തണം. സാറും ആ സ്വാമിയും കൂടി ചെന്ന് ശ്രുതിമോളെ പിടിച്ചോണ്ട് പോകാൻ നോക്കിന്ന്. ഭാഗ്യത്തിന് മോള് പോയില്ല. ഡാഡിക്ക് ഇത് എന്തിന്റെ കേടാ? ശ്രുതിമോളുടെ കാര്യം നമ്മൾ നോക്കില്ലേ? ഡാഡി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുന്നേ? സാറിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ സാർ അറിയാതെയാണല്ലോ നമ്മൾ പലതും ചെയ്യുന്നത്. അതുകൊണ്ട് പല പേടികളാ സാറിന്. അതുകൊണ്ടാവും അങ്ങനെയൊക്കെ ചെയ്തത്. ഒരു കാര്യം സത്യമല്ലേ, ശ്രുതിമോളെ സാറിന് ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണല്ലോ അവളെ രക്ഷിക്കാൻ നോക്കുന്നത്. രക്ഷിക്കാൻ നോക്കുന്നത് ഇങ്ങനെയാണോ? കൊച്ചു കുട്ടിയാവള്. അവളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ പാടുണ്ടോ? നമുക്ക് പറയാനല്ലേ പറ്റൂ അക്ഷര. നമ്മുടെ ഭാഗവും ശരിയാണ്, കുറെയൊക്കെ സാറിന്റെ ഭാഗവും ശരിയാണ്. വഴക്കില്ലാതെ പോകണം, അത്രേ ഉള്ളൂ എനിക്ക്. അതിനെ ഡാഡിയും കൂടെ വിചാരിക്കണം, അല്ലാതെ നമ്മളല്ല വിചാരിക്കേണ്ടത്. എന്തായാലും ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് കരുതണ്ട. വലിയൊരു പൊട്ടിത്തെറി ഡാഡിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടിരുന്നോ? നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ അക്ഷരേ. പിന്നെന്തിനാ പേടിക്കുന്നത്? അച്ഛാ, ദേ അമ്മയും മുത്തശ്ശിയും കൂടെ കല്യാണം നടത്താൻ പോവാ. ആരുടെ കല്യാണം? നിത്യയുടെ കല്യാണം. വരൻ ആരാണെന്നറിയോ? കൊലയാളി ശരത്ത്. എന്റെ മോളെ ആരെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നു. എന്നാ അവര് തീരുമാനിച്ചു കഴിഞ്ഞു അച്ഛാ. അവന്റെ അമ്മ ഇവിടെ ഉടനെ എത്തും. മുഹൂർത്തം നിശ്ചയിക്കാനാ വരുന്നേ. ശരത്ത് ഒരു കാരണവശാലും നിത്യമോടെ കഴുത്തി താലി കെട്ടത്തില്ല. ഞാനതിന് സമ്മതിക്കത്തില്ല. അച്ഛൻ സമ്മതിച്ച പോലും ഞാൻ സമ്മതിക്കില്ല. നിത്യ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഈ വീട്ടിലെ കുടുംബനാഥനല്ലേ മോളെ. അവിടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നോടും കൂടെ ഒന്ന് ചർച്ച ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. അച്ഛൻ എന്ത് ചെയ്യാൻ പോവാ അച്ഛാ? ഒന്നും വേണ്ടെന്ന് പറയാൻ പോവാ. അപ്പൊ കാരണം ചോദിക്കില്ലേ? പറയാലോ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിന് നമ്മുടെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ? എന്ന് വെച്ച് തെളിവ് കിട്ടിയില്ലെങ്കിൽ അവളെ കെട്ടിക്കൊണ്ട് ശരത്ത് പോട്ടേന്നോ? എന്നല്ല അച്ഛാ, അവരിപ്പോ ശരത്തിന്റെ പക്ഷത്താ. ശരത്തിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ നമുക്കറിയാം. അത് അവരും വിശ്വസിക്കണം. എങ്കിലല്ലേ അവരാലോചനയിൽ നിന്ന് പിന്മാറുള്ളൂ. തെളിവില്ലാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ കല്യാണം മുടക്കാൻ വേണ്ടി നുണ പറയുന്നതാണെന്നേ അവർക്ക് തോന്നൂ. പിന്നെ അച്ഛന്റെ വാക്കിന് ഒരു വില അവർ തരില്ല. ഞാനിപ്പോ എന്ത് വേണമെന്ന് മോള് പറയുന്നേ? അച്ഛാ, ശരത്തുമായിട്ടുള്ള കല്യാണാലോചന എവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. പ്രഭാവതി അമ്മ വരട്ടെ. പഴയ പ്രഭാവതി അമ്മയല്ല വരാൻ പോകുന്നത്, പുതിയ പ്രഭാവതി അമ്മയാ. അവർക്ക് ശരത്തിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. ആലോചനയുടെ പുരോഗതി മാറി നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഇടപെടേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ കയറി ഇടപെടാം. അത് മതിയോ മോളെ? മതി അച്ഛാ. അങ്ങനെ ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. ഒരു വശത്തിരുന്ന് അവര് പദ്ധതികൾ തയ്യാറാക്കട്ടെ. മുടക്കേണ്ട സമയത്ത് നമുക്ക് കയറി അങ്ങ് മുടക്കാം, അല്ലേ മോളെ? അതെ. പിന്നെ ശരത്ത് അത്ര മണ്ടനൊന്നും അല്ല. അമ്മയെ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനും തയ്യാറെടുത്തു എന്ന് തന്നെ അതിനർത്ഥം.
അവന്റെ തയ്യാറെടുപ്പ് എന്തിനു വേണ്ടിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമുക്കൊരു നീക്കം നടത്താൻ. അതുവരെ കാക്കാം. അച്ഛൻ എന്തു പറയുന്നു? നിത്യമോക്ക് ദോഷം വരുന്നോന്ന് മോള് ചെയ്യത്തില്ലെന്ന് അച്ഛനറിയാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മോള് തീരുമാനിച്ചങ്ങ് ചെയ്തു. അച്ഛൻ കൂടെ തന്നെ. ഇത്തവണ അവൻ രക്ഷപ്പെടരുത്. അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു വഴി തെളിയാതിരിക്കില്ല അച്ഛ. ഇറങ്ങുന്നില്ലേ? ഇത് എന്റെ വീടല്ല, നിന്റെ വീടാ. കീ എവിടെയാണെന്ന് നിനക്കല്ലേ അറിയൂ? കീ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അതെന്താ? ജപ്തി നോട്ടീസ്. അത് ശരി. അപ്പോ ഇതുകൊണ്ടാ നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? ഓ, അതിബുദ്ധിയാണല്ലോ നിനക്ക്. ബാങ്കിൽ നിന്ന് കടം വാങ്ങിയ തിരിച്ചടക്കണം എന്നുള്ള വിവരം നിനക്ക് അറിയില്ലായിരുന്നോ? ഞാനല്ല കടം വാങ്ങിയത്, അച്ഛന്റെ ധൂർത്ത ഇതിനെല്ലാം കാരണം. 10,000 രൂപ കിട്ടിയ വേറൊരു 10,000 കൂടി കടം മേടിച്ച് 20,000 രൂപയാക്കി അത് മുഴുവൻ ചെലവാക്കുന്ന രീതിയായിരുന്നു അച്ഛന്. ചന്ദ്രയ്ക്കത് വിലക്കാമായിരുന്നില്ലേ? പല തവണ പറഞ്ഞതാ, കേൾക്കണ്ടേ? ഇപ്പെല്ലാം എന്റെ തലയിലായി. ഞാൻ ജനിച്ചു വളർന്ന വീടായത്. ഇത് ബാങ്കുകാര് കൊണ്ടുപോരുതെന്നുണ്ട് എനിക്ക്. പക്ഷെ തിരിച്ചടയ്ക്കാൻ എന്റെ കാശൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കൂട്ടിയ കൂടാത്ത അത്രയും കടമുണ്ട്. ഈ വീട് എനിക്ക് നഷ്ടപ്പെടും. ഇത്രയും വലിയ കടക്കണിയിലായിട്ടും നിന്റെ വാശിക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളോട് പ്രതികാരം ചെയ്യാനല്ലേ നീ സമയം മുഴുവൻ ചെലവാക്കിയത്? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ സഹായിക്കുമായിരുന്നല്ലോ. സിദ്ധേടന്റെ മനസ്സിൽ ദേവികയാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ ഒരു ദേഷ്യത്തില് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഇപ്പൊ എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വൈകിപ്പോയി. ഇനി കുഞ്ഞളിയൻ സഹായിക്കുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വീട് പൊയ്ക്കോട്ടെ. അച്ഛനായിട്ടുണ്ടാക്കിയതാ ഇതെല്ലാം. അത് അച്ഛനായിട്ട് എന്നെ നശിപ്പിച്ചു എന്ന് കരുതിക്കോളാം ഞാൻ.